വ്യാപാരികൾ നേരിടുന്ന മാലിന്യ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് ജില്ലയിൽ ചിക്കൻ വ്യാപാരികൾ സമരത്തിലേക്ക്. കടകളിൽ നിന്നും കോഴി മാലിന്യം സംഭരിക്കുന്നത് ഒരു മാസത്തോളമായി കൃത്യമായി നടക്കാത്തതിനെ തുടർന്നാണ് വ്യാപാരികൾ സമരത്തിലേക്ക് കടക്കുന്നത്. ജില്ലയിലെ 2000-ഓളം വരുന്ന ചിക്കൻ വ്യാപാരികൾ നേരിടുന്ന മാലിന്യ പ്രശ്നം ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ചിക്കൻ വ്യാപാരി സമിതിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം ആരംഭിക്കുന്നത്. കടകളിൽ നിന്ന് മാലിന്യം സംഭരിക്കൽ ഒരു മാസമായി കൃത്യമായി നടക്കുന്നില്ല. മാലിന്യം കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. പെരുന്നാളിൻ്റെ വേസ്റ്റ് വരെ കെട്ടിക്കിടക്കുന്ന ഷോപ്പുകളാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലുള്ളത്. ഇപ്പോൾ നോൻപിൻ്റെ മുമ്പായിട്ട് തുടങ്ങിയ പ്രശ്നങ്ങളാണിത്. ആഴ്ചയ്ക്ക് ഒരു 2 ദിവസം 3 ദിവസം കൂടുമ്പോഴാണ് വണ്ടി വരിക, ചിലപ്പോൾ 4 ദിവസം കൂടുമ്പോഴാണ് വണ്ടി വരിക. അപ്പോൾ ഈ വേസ്റ്റ് കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ഷോപ്പുകാർക്ക് ബുദ്ധിമുട്ടാണ്, നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാണ്. ഒരു അങ്ങാടിയിലേക്ക് ഒരാൾക്ക് ഇറങ്ങാൻ കഴിയില്ല. അത്രയും പ്രയാസത്തിലാണ് നാട്ടിലുള്ള ആൾക്കാർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വേസ്റ്റ് കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ പീടിക തുറക്കാൻ കഴിയില്ല. അപ്പോൾ ഈ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം കോഴിക്കോട് കോർപ്പറേഷൻ്റെ തന്നെ ഒരു 100ഓളം കടകൾ പെരുന്നാൾ പിറ്റേന്ന് കടകൾ പൂട്ടിയിട്ട്. താമരശ്ശേരി അമ്പായത്തോട് പ്രവർത്തിക്കുന്ന ഫ്രഷ് കട്ട് എന്ന മാലിന്യ സംസ്കരണ കേന്ദ്രം മാത്രമാണ് ജില്ലയിലെ ഏക കോഴി മാലിന്യ വെൻഡിംഗ് കേന്ദ്രം. സ്ഥാപനത്തിന് ലൈസൻസ് പുതുക്കി നൽകേണ്ടെന്നാണ് കട്ടിപ്പാറ പഞ്ചായത്തിന്റെ തീരുമാനം. പ്ലാന്റിൽ നിന്ന് മാലിന്യം ഇരുവഴിഞ്ഞിപ്പുഴയിലേക്ക് ഉൾപ്പെടെ ഒഴുക്കിവിടുന്നതായി നാട്ടുകാർ ആരോപിച്ചിരുന്നു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് പഞ്ചായത്ത് ലൈസൻസ് പുതുക്കി നൽകേണ്ടെന്ന് തീരുമാനിച്ചത്. ഇതാണ് മാലിന്യ സംഭരണം മന്ദഗതിയിലാകാൻ കാരണം. ജില്ലയിൽ കൂടുതൽ വെൻഡിംഗ് പ്ലാന്റുകൾ അനുവദിക്കണമെന്നും ഇതര ജില്ലകളിൽ നിന്നുള്ള പ്ലാന്റുകൾക്ക് മാലിന്യം ശേഖരിക്കാനുള്ള തടസ്സങ്ങൾ നീക്കണമെന്നുമാണ് വ്യാപാരികളുടെ ആവശ്യം. ന്യൂസ് മലയാളം, കോഴിക്കോട്.